നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ശ്ലോകം അധ്യായം 2 സാഖ്യയോഗത്തിൻ്റെ 12ഉം 13 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ ആത്മാവിനെ പറ്റിയും ദേഹത്തെപ്പറ്റിയും ആത്മാവിൻ്റെ സവിശേഷതകൾ, ആത്മാവ് നിത്യമാണെന്നും ശരീരം എന്താണെന്നും ഒക്കെയാണ് നാം ശ്രദ്ധിച്ചത്, മനസ്സിലാക്കിയത്. തുടർന്ന് സാഖ്യയോഗത്തിൻ്റെ മഹത്വങ്ങൾ തുടർന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത ശ്ലോകം നമ്പർ 14. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യാസ്താം സ്ഥിതിക്ഷസ്വ ഭാരത. തുടർന്ന് ശ്ലോകം 15. യം ഹീന വ്യദയന്ത്യേത്തേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. ഈ 2 ശ്ലോകങ്ങളുടെ ചേർന്ന് വരുന്നതുകൊണ്ടാണ് നാം 2 ശ്ലോകം ചൊല്ലിയത്. അതിൻ്റെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അർജുനൻ വിളിക്കുകയാണ്, അല്ലയോ കൗന്ദേയ, കുന്തിപുത്രനായ അർജുന. കൗന്ദേയൻ എന്ന് പറഞ്ഞാൽ കുന്തിപുത്രനായ അർജുന, ബാഹ്യ സൃഷ്ടിക്കൊപ്പമായതിനാൽ ഇന്ദ്രിയങ്ങൾ ബാഹ്യ സൃഷ്ടിക്കൊപ്പമായതിനാൽ ശീതം, ഉഷ്ണം, സുഖങ്ങൾ, ദുഃഖങ്ങൾ എന്നിവ നൽകുന്നവയാണ്. വന്നും പോയും കൊണ്ടിരിക്കുന്ന അവ അനിത്യങ്ങളാണ്. അതിനാൽ ഭരതകുലോർപ്പന്നനായ അർജുന, നീ ആ ദ്വന്ദ്വങ്ങളെ മറികടക്കുക. എന്താണ് പറഞ്ഞത്? ഇന്ദ്രിയങ്ങളെ ബാഹ്യ സൃഷ്ടിക്ക് എളുപ്പമായതിനാലാണ് ശീതം, ഉഷ്ണം, സുഖ, ദുഃഖങ്ങൾ നൽകുന്നവ വന്നും പോയും കൊണ്ടിരിക്കുന്നവ അനിത്യങ്ങളാണ്. നീ അതിനെ മറികടക്കണം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണമെന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലയോ 15 ശ്ലോകം നോക്കുമ്പോൾ, അല്ലയോ പുരുഷശ്രേഷ്ഠനായ അർജുന, പുരുഷർഷഭ എന്ന് വിളിച്ചില്ലേ, അല്ലയോ പുരുഷശ്രേഷ്ഠനായ അർജുന, ഏതൊരു ധീരപുരുഷനാണോ തൻ്റെ സുഖ ദുഃഖങ്ങൾ ആകുന്ന 2 അവസ്ഥകളിലും, സുഖ അവസ്ഥയിലും ദുഃഖാവസ്ഥയിലും സമാന മനസ്സോടെ ഇരിക്കുന്നത്, സുഖത്തിലും ഒരുപോലെ ദുഃഖത്തിലും ഒരുപോലെ, യാതൊരു വ്യത്യാസവുമില്ലാതെ, മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരുപോലെ നേരിടുന്നത്, അതായത് ഏത് പ്രതികൂല സാഹചര്യം വന്നാലും, സുഖം വന്നാലും ദുഃഖം വന്നാലും, ആരെയാണോ മുകളിൽ പറഞ്ഞ മാത്രാസ്പർശങ്ങൾ ബാധിക്കാത്തത്, മാത്രാസ്പർശങ്ങളെന്ന് പറഞ്ഞത് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയാണ്. ആരെയാണോ ഇവയൊന്നും ബാധിക്കാത്തത് അവനെ അമൃതത്വം നുകരാൻ കഴിയുന്നു. അങ്ങനെയുള്ളവന് മാത്രമേ അമൃതത്വം നുകരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് പൃഥ്വി, ജലം, വായു, ആകാശം, അഗ്നി എന്നീ 5 മഹാഭൂതങ്ങൾ നാം പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നു. ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നീ 5 ഗുണങ്ങളോട് കൂടിയതാണ്. പഞ്ചഭൂതങ്ങൾ 5 ഗുണങ്ങളോടും കൂടിയവയാണ്. അതേതൊക്കെയാണ്? ഗന്ധം, രൂപം, രസം, സ്പർശം, ശബ്ദം എന്നീ 5 ഗുണങ്ങളുണ്ട്. നാം എപ്പോഴും പഞ്ചഭൂതങ്ങളാകുന്ന ശരീരം എന്ന് പറയുന്നില്ലേ, അതുപോലെ ആ പഞ്ചഭൂതങ്ങൾക്ക് 5 ഗുണങ്ങളുമുണ്ട്. ഈ ഗുണങ്ങൾ മൂക്ക്, നാക്ക്, കണ്ണുകൾ, ത്വക്ക്, ചെവി എന്നീ 5 ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പഞ്ചഭൂതങ്ങൾക്ക് 5 ഗുണങ്ങളുണ്ട്. അത് നാം പറഞ്ഞ 5 ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സുഖം, ദുഃഖം, ഹാനി, ലാഭം എന്നിവ ഉണ്ടാകുന്നത്
ഇതുകൊണ്ടാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടാണ് പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങൾ നാം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സുഖം, ദുഃഖം, ഹാനി, ലാഭം എന്നിവ ഉണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾക്ക് മഹാഭൂതങ്ങളായ ഭൂതങ്ങളുമായി സ്പർശമുണ്ടാകുന്നു, പഞ്ചഭൂതങ്ങളുമായി സ്പർശമുണ്ടാകുന്നു. ഈ കാഴ്ചപ്പാടുകളെല്ലാം സാഖ്യ ദർശനത്തിൽ കപിലമുനി വിശദീകരിക്കുന്നുണ്ട്. അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്രകളും 2 വിധത്തിലുള്ള ഇന്ദ്രിയങ്ങളും തന്മാത്രകളിൽ നിന്ന് സ്ഥൂല പഞ്ചഭൂതങ്ങളും ഉണ്ടാകുന്നുവെന്നർത്ഥം. കപിലമുനി പറയുന്നത് അങ്ങനെയാണ്. കൂടാതെ സാഖ്യദർശനത്തിൽ മറ്റൊന്നും പറയുന്നുണ്ട്. കൈവല്യാർത്ഥം പ്രവൃത്തേച്ഛ. സാഖ്യദർശനത്തിൽ കപിലമുനി പറയുന്നതാണ്. കൈവല്യമെന്നാൽ മോക്ഷമാണ്. പ്രകൃതിയുമായുള്ള ബന്ധനങ്ങളിൽ നിന്നാണ് സുഖം, ദുഃഖം എന്നിവ ആത്മാവിന് വന്നുപെടുന്നത്. ഈ ബന്ധനങ്ങളാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് പഞ്ചഗുണങ്ങളും പഞ്ചഭൂതങ്ങളുടെ പഞ്ചഗുണങ്ങളുമൊക്കെ ബന്ധം വരുന്നത് എന്ന് പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധം വരുന്നത്. അതാണ് കപിലമുനി അവിടെയും പറയുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായ ദിവസം സർവേശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ. നമസ്കാരം. ശുഭ സുദിനം.